ആഗോള സാമ്പത്തിക ശാസ്ത്രജ്ഞർ വലിയ അനിശ്ചിതത്വങ്ങളെക്കുറിച്ച് നിരന്തരം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. വികസിത രാജ്യങ്ങൾ പലതും സാമ്പത്തിക മാന്ദ്യത്തിന്റെ വക്കിലൂടെ സഞ്ചരിക്കുകയും പല പ്രധാന വിപണികളിലും ഉപഭോഗം ഗണ്യമായി കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാര കണക്കുകൾ ലോകത്തെയാകെ അതിശയിപ്പിക്കുകയാണ്. 2026 മെയ് മാസത്തിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിമാസ നിരക്കായ $4520 കോടി അതായത് $45.20 ബില്യൺ കുതിച്ചുയർന്നിരിക്കുന്നു. മുൻവർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 18% വളർച്ചയാണ് ഒറ്റയടിക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അസാധാരണമായ നേട്ടം കേവലം ഒരു സാമ്പത്തിക കണക്ക് മാത്രമല്ല, മറിച്ച് ഒരാഗോള ഉൽപ്പാദന കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന പക്വതയുടെയും വിശ്വാസ്യതയുടെയും ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. പതിറ്റാണ്ടുകളായി സേവന മേഖലയെ മാത്രം ആശ്രയിച്ച് നിന്നിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ ലോകത്തിന്റെ ഫാക്ടറിയായി മാറാൻ നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങളുടെ വിജയമാണിത്. ഈ കയറ്റുമതി കുതിപ്പിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത പരമ്പരാഗതമായി ഇന്ത്യയെ ആശ്രയിച്ചിരുന്ന അമേരിക്കൻ, യൂറോപ്യൻ വിപണികൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയാണ്. മുൻപ് ഇന്ത്യയുടെ കയറ്റുമതി വളർച്ച പ്രധാനമായും അമേരിക്കയെയും ബ്രിട്ടനെയും പോലെയുള്ള വികസിത രാജ്യങ്ങളിലെ ആവശ്യകതയെ അടിസ്ഥാനമാക്കിയായിരുന്നു. എന്നാൽ പുതിയ കണക്കുകൾ പ്രകാരം വളർച്ചയുടെ ചുക്കാൻ പിടിക്കുന്നത് ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. സിംഗപ്പൂരിലേക്കുള്ള കയറ്റുമതിയിൽ 68% വളർച്ചയുണ്ടായപ്പോൾ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലേക്കുള്ള കയറ്റുമതി ഏകദേശം 200%-നടുത്തേക്കാണ് കുതിച്ചുയർന്നിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന അയൽ രാജ്യമായ ശ്രീലങ്കയിലേക്കുള്ള കയറ്റുമതിയിലും 150%-ലധികം വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ദക്ഷിണാഫ്രിക്ക, മലേഷ്യ, ദക്ഷിണ കൊറിയ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ഒഴുകുകയാണ്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും UAE-യിലേക്കുള്ള കയറ്റുമതിയിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ചൈനയിലേക്കുള്ള കയറ്റുമതി 24%-ലധികം ഉയർന്നതും വളരെ ശ്രദ്ധേയമാണ്. പുതിയ വിപണികൾ കണ്ടെത്താനും അവിടെ സ്വന്തം ഇടമുറപ്പിക്കാനും ഇന്ത്യൻ നിർമ്മാതാക്കൾ കാണിക്കുന്ന മികവാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഗ്ലോബൽ സൗത്ത് എന്നറിയപ്പെടുന്ന വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു നേതാവായി മാറാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് ഈ വാണിജ്യ ബന്ധങ്ങൾ വലിയ മുതൽക്കൂട്ടാവുകയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പെട്ടെന്ന് ഇത്രയധികം പ്രിയം വർദ്ധിക്കാൻ കാരണം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ 3 പ്രധാന മേഖലകളുടെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവയാണ് ഈ കയറ്റുമതി വിപ്ലവത്തിന്റെ മുൻനിര പോരാളികൾ. ഇന്ത്യയുടെ പെട്രോളിയം കയറ്റുമതി മേഖലയുടെ പ്രവർത്തന രീതി വളരെ കൗതുകകരമാണ്. ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള അസംസ്കൃത എണ്ണയുടെ 80%-ലധികവും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം. എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം ഉൽപ്പന്ന കയറ്റുമതിക്കാരിൽ ഒന്നാമതാകുന്നത് എന്ന ചോദ്യം സ്വാഭാവികമാണ്. ലോകോത്തര നിലവാരമുള്ള വൻകിട റിഫൈനറികൾ ഇന്ത്യയിലുള്ളതാണ് ഇതിന് പ്രധാന കാരണം. ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ച് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ, ടർബൈൻ ഫ്യൂവൽ തുടങ്ങിയവയാക്കി മാറ്റി ഉയർന്ന വിലയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യുന്ന തന്ത്രം ഇവിടെ വൻ വിജയകരമായിരിക്കുകയാണ്. മെയ് മാസത്തിൽ മാത്രം എണ്ണ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ 54%-ലധികം വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. അതേസമയം അടിസ്ഥാനപരമായ മാറ്റം പ്രകടമാകുന്നത് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് മേഖലകളിലാണ്. വാഹനങ്ങളുടെ ഘടകങ്ങൾ, വ്യാവസായിക യന്ത്രങ്ങൾ, ഇരുമ്പുരുക്ക് ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന എഞ്ചിനീയറിംഗ് മേഖല $12,000-ലധികം ദശലക്ഷം കയറ്റുമതിയാണ് നടത്തിയിരിക്കുന്നത്. ചൈനയെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞ ആഗോള കമ്പനികൾ China+1 എന്ന തന്ത്രത്തിന്റെ ഭാഗമായി തങ്ങളുടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റുന്നതിന്റെ പ്രതിഫലനമാണിത്. ഇലക്ട്രോണിക്സ് മേഖലയുടെ വളർച്ച അതിലും ആവേശകരമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പൂർണ്ണമായും വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തെ മുൻനിര ഇലക്ട്രോണിക്സ് കയറ്റുമതി രാജ്യങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ കമ്പനികളെ ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിന്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന പദ്ധതി ഈ മാറ്റത്തിന് വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. ആപ്പിൾ ഉൾപ്പെടെയുള്ള വമ്പൻ ബ്രാൻഡുകൾ ഇന്ത്യയിൽ നിർമ്മാണം വിപുലീകരിച്ചതോടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി $5 ബില്യൺ കടന്നിരിക്കുകയാണ്. രാസവസ്തുക്കൾ, മരുന്നുകൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ എന്നീ മേഖലയിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈ കയറ്റുമതി കുതിപ്പിന് പിന്നിലെ മറ്റൊരു സാങ്കേതിക കാരണം അമേരിക്കൻ ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയ്ക്ക് സംഭവിച്ച മൂല്യ തകർച്ചയാണ്. രൂപയുടെ മൂല്യം കുറയുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുകയും അത് വിദേശ ഉപഭോക്താക്കളെ കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഡോളറിൽ ലഭിക്കുന്ന വരുമാനം രൂപയിലേക്ക് മാറ്റുമ്പോൾ കയറ്റുമതിക്കാർക്ക് ഉയർന്ന തുക ലഭിക്കുന്നതും ഈ കണക്കുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. എങ്കിലും കേവലം നാണയ മൂല്യത്തിലെ വ്യത്യാസം കൊണ്ട് മാത്രം വിശദീകരിക്കാനാവുന്ന ഒന്നല്ല ഈ നേട്ടം. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും കൃത്യസമയത്തുള്ള വിതരണവും ആഗോള ആവശ്യങ്ങൾക്ക് അനുസൃതമായി മാറാനുള്ള വ്യവസായങ്ങളുടെ കഴിവും ഈ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. കയറ്റുമതിയിലെ ഈ സുവർണ നേട്ടങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക
സാമ്പത്തിക ഭദ്രതയ്ക്ക് വെല്ലുവിളിയാകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടി ഈ കണക്കുകൾ ഒളിച്ചുവെക്കുന്നുണ്ട്. മെയ് മാസത്തിൽ കയറ്റുമതി വർദ്ധിച്ചതിനേക്കാൾ വലിയ തോതിൽ ഇന്ത്യയുടെ ഇറക്കുമതിയും വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് ആ യാഥാർത്ഥ്യം. 20% വളർച്ചയോടെ മൊത്തം ഇറക്കുമതി $73 ബില്യൺ മുകളിലെത്തി. ഇത് രാജ്യത്തിന്റെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തുകയ്ക്ക് നാം വിദേശത്ത് നിന്നും സാധനങ്ങൾ വാങ്ങുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനവും വൻതോതിലുള്ള എണ്ണ ഇറക്കുമതിയുമാണ് ഇതിലെ പ്രധാന വില്ലൻ. $22 ബില്യൺ ഒറ്റ മാസം കൊണ്ട് എണ്ണയ്ക്കായി മാത്രം രാജ്യം ചെലവഴിച്ചത്. കൂടാതെ സ്വർണ്ണ ഇറക്കുമതിയും ഗണ്യമായി വർദ്ധിച്ചു. കസ്റ്റംസ് ഡ്യൂട്ടിയിലുണ്ടായ മാറ്റങ്ങൾ കാരണം മുൻ മാസങ്ങളെ അപേക്ഷിച്ച് സ്വർണ്ണ ഇറക്കുമതിയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ടെങ്കിലും വാർഷിക കണക്കുകളിൽ അതിപ്പോഴും ഉയർന്ന തലത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഈ വ്യാപാര കമ്മിയെ കേവലം ഒരു നെഗറ്റീവ് സൂചകമായി മാത്രം കാണാൻ സാമ്പത്തിക വിദഗ്ധർ തയ്യാറല്ല. ഇറക്കുമതി വർദ്ധിക്കുന്നതിന് പിന്നിൽ എണ്ണയും സ്വർണവും മാത്രമല്ല കാരണം. ഇന്ത്യയുടെ ഫാക്ടറികളിലേക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെയും ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിന് ആവശ്യമായ മൈക്രോ ചിപ്പുകൾ പോലെയുള്ള ഘടകഭാഗങ്ങളുടെയും അത്യാധുനിക യന്ത്രങ്ങളുടെയും ഇറക്കുമതിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ കൂടുതൽ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള അടിസ്ഥാന ഘടകങ്ങൾ ഇറക്കുമതി ചെയ്തേ മതിയാകൂ. അതിനാൽ ഈ ഇറക്കുമതി വർധനവ് രാജ്യത്തിനകത്തെ വ്യാവസായിക പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. ഒരു വലിയ വീട് പണിയുമ്പോൾ തുടക്കത്തിൽ സിമന്റിനും കമ്പിക്കും വലിയ തുക ചെലവാകുന്നത് പോലെയാണ് ഇത്. അതൊരു നഷ്ടമേ അല്ല, മറിച്ച് ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 2 മാസങ്ങളിലെ, അതായത് ഏപ്രിൽ മെയ് മാസത്തെ ആകെ കണക്കുകൾ പരിശോധിച്ചാലും വലിയ ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത്. ചരക്കുകളും സേവനങ്ങളും ഉൾപ്പെടെയുള്ള മൊത്തം കയറ്റുമതി ഈ കാലയളവിൽ $162 ബില്യൺ പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 14% വളർച്ചയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രകടനം വരും മാസങ്ങളിലും നിലനിർത്താനായാൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ശിലകളെ കൂടുതൽ ശക്തമാക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാനും വിദേശ നാണ്യ ശേഖരം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. എന്നാൽ ഈ വിജയം ആഘോഷിക്കുമ്പോഴും നാം ഓർക്കേണ്ട ചില സുപ്രധാന കാര്യങ്ങളുണ്ട്. ആഗോള വിപണി വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സാങ്കേതിക വിദ്യകളും നിർമ്മിത ബുദ്ധിയും ഉൽപാദന മേഖലയെ അടിമുടി മാറ്റിയെഴുതുന്നുണ്ട്. ഈ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ നമ്മുടെ വ്യവസായങ്ങൾക്ക് സാധിക്കണം. അടിസ്ഥാന സൗകര്യ വികസനം, തുറമുഖങ്ങളുടെ നവീകരണം, ചരക്ക് നീക്കത്തിനുള്ള ചെലവ് കുറയ്ക്കൽ എന്നിവയിൽ സർക്കാർ ഇനിയും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. പലപ്പോഴും മികച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടായിട്ടും ചരക്ക് നീക്കത്തിലെ കാലതാമസം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ നമുക്ക് മത്സരക്ഷമത നഷ്ടപ്പെടാറുണ്ട്. ഒപ്പം ലോകരാജ്യങ്ങളുമായി കൂടുതൽ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഏർപ്പെടുകയും അതുവഴി നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണികളിൽ നികുതി ഇളവുകൾ ഉറപ്പാക്കുകയും വേണം. സിംഗപ്പൂർ മുതൽ ടാൻസാനിയ വരെ നീളുന്ന ഈ പുതിയ വിജയക്കുതിപ്പ് ഒരു അന്തിമ ലക്ഷ്യമല്ല, മറിച്ച് സാമ്പത്തിക മഹാശക്തിയാകാനുള്ള ഇന്ത്യയുടെ യാത്രയിലെ തിളക്കമാർന്ന ഒരു നാഴികക്കല്ല് മാത്രമാണ്. ആഗോള പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാൻ ഒരു രാജ്യത്തിന് എങ്ങനെ കഴിയും എന്നതിൻ്റെ ഏറ്റവും മികച്ച പാഠപുസ്തകമായി ഇന്ത്യയുടെ ഈ കയറ്റുമതി കുതിപ്പ് വരും കാലങ്ങളിൽ വിലയിരുത്തപ്പെടും. ഉൽപാദനത്തിലും ഗുണനിലവാരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോയാൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന സ്വപ്നം ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഒരു യാഥാർത്ഥ്യമായി മാറുന്ന കാലം അതിവിദൂരമേയല്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.